ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഫിഷ് കട്ടിങ്ങും അത് പോരാഞ്ഞത് കറിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നോക്കാം. ഈ ഫിഷ് വന്നിട്ട് ചൂരയാണ് കേട്ടോ. ഇത് സാധാരണ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിന് അച്ചാറിടാനൊക്കെയാണ് മേടിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ അച്ചാറൊന്നും ഇതുവരെ അങ്ങനെ അച്ചാറിട്ടിട്ടേ ഇല്ല. നമ്മൾ സാധാരണ രീതിയിൽ ഫിഷ് കറി വയ്ക്കും. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റുള്ളൊരു ഫിഷാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് നോക്കാം. ഇച്ചിരി നേരം ഞാൻ ഫിഷ് കട്ട് ചെയ്യാൻ ടൈം എടുത്തു. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കത്രിക മുറിച്ച് കുറവായിപ്പോയി. ഞാൻ യൂസ് ചെയ്യുന്ന കത്രിക ഇനി നോക്കാനും സ്ഥലമില്ല, കാണാനും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എന്നിട്ട് സൈഡിലിങ്ങനെ ചിറക് പോലത്തേക്ക് വെട്ടിമല സിമ്പിളാണ്. പക്ഷെ മൂർച്ച ഉണ്ടെങ്കിൽ കത്തിയും കത്രികയൊക്കെ മൂർച്ച ഉണ്ടെങ്കിൽ സിമ്പിളാണ്. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി. ഞാൻ ഈ തൊലിയൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യണം നോക്കാം. സൈഡിലത്തൊക്കെ മാറ്റിയതിന് ശേഷം അതിന് പുറത്തൊരു സംഭവമുണ്ട്, ഇച്ചിരി കട്ടി പോലത്തെ ഒരു സാധനം. അതൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് മുറിച്ച് സാധാരണ ഫിഷ് മുറിക്കുന്ന കണക്ക് തന്നെയാണ് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ, നമുക്കത് മുറിച്ചെടുക്കുന്നവരെ. എന്നിട്ട് പുറത്ത് ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ളതൊക്കെ മാറ്റണം. ചില ആൾക്കാർ ഇത് വന്നിട്ട് സ്ക്രബ്ബർ പോലെയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പുറത്തിങ്ങനെ ഉരച്ചെടുക്കും. പക്ഷെ അതത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു സ്റ്റീൽ പോലത്തെ സാധനമല്ല. അതൊക്കെ ചിലപ്പോൾ ഫിഷിൻ്റെ ഉള്ളിൽ കയറും, നമ്മൾ അറിയത്തോടില്ല. ചിലപ്പോൾ അറിയാണ്ടിരുന്നാൽ അത് നമ്മൾ ഫുഡിൽ കഴിക്കുമ്പോൾ ഉള്ളിൽ പോകും. അതുകൊണ്ട് അത് സേഫല്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഉപ്പിട്ട് കഴുകി എടുക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് മുറിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മുറിച്ചെടുക്കാൻ. കത്രികയൊന്നും മുറിച്ചില്ല. പുതിയ കത്തിയാണ്, പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് ആവുന്നില്ല. സിമ്പിളായിട്ടാണ് ഇതൊക്കെ മുറിച്ചെടുക്കാൻ. ഞാനിതിൻ്റെ പുറകെ കുറേ ടൈം എടുത്തിട്ടുണ്ട് മുറിച്ചെടുക്കാൻ. അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും പോകാത്ത അവസ്ഥയാണ് ഫിഷ്. എങ്ങനെയൊക്കെ പാടുപെട്ട അവസാനം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് വന്നിട്ട് ചെറിയ ചെറിയ സാധാരണ ചെറിയ ചെറിയ പീസാണ് ആക്കി എടുക്കുന്നത്. പക്ഷേ ഇത് മുറിച്ച് കുറവായതുകൊണ്ട് എങ്ങനെയെങ്കിലും മുറിച്ചെടുത്താൽ മതി എന്നായിപ്പോയി ഞാൻ. അപ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ മുറിച്ചു. കാരണം ഞാൻ കരുതിയ പോലെ എനിക്ക് മുറിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, കത്രിക വെച്ചിട്ട് നോക്കുമ്പോൾ കത്രിക അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും പോകുന്നില്ല. കണ്ടോ, കാണുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ? ഫിഷ് മുറിക്കുന്നത് ഒരു സ്മൂത്തായിട്ട് മുറിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇച്ചിരി വെയിറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്തോട്ടെ. ഒരു ലാസ്റ്റ് മുറിച്ചെല്ലാം എടുത്തതിന് ശേഷം ഓൾറെഡി അത് ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ. ഉപ്പ് വെള്ളത്തിലിട്ടേക്കും. അപ്പോൾ പുറത്തൊക്കെ ഒരു ഇതുണ്ടല്ലോ, വൈറ്റ് കളർ മാതിരിയൊക്കെ, അതൊക്കെ നമുക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് അത്യാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ മാറും. ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയോ, പുളി നാരങ്ങ നീരൊക്കെ യൂസ് ചെയ്തിട്ട് ഞാനതൊന്നും യൂസ് ആക്കുന്നില്ല. ഉപ്പ് മാത്രം. ഉപ്പ് വെള്ളത്തിൽ ഇച്ചിരി നേരം ഇട്ടേക്കും, ടൈം ഉള്ളതുപോലെ. ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കുമ്പോൾ ഫിഷിൻ്റെ ഒരു ഇതുണ്ടല്ലോ,
അങ്ങനെ പറഞ്ഞു തരാനറിയില്ല. ഫിഷ് കഴുകുമ്പോൾ കുറച്ചും കൂടെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അതുപോലെ ഓൾറെഡി ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫിഷ് നമ്മൾ മുറിച്ചിടുമ്പോൾ അത്ര ടൈം ആ ഉപ്പ് വെള്ളത്തിൽ തന്നെയല്ലേ കിടക്കുന്നത്. കണ്ടോ, മുറിക്കുന്ന പാട് കണ്ടോ? ഫസ്റ്റ് ടൈം ഫിഷ് മുറിക്കുന്ന പോലെ തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അതേമാതിരി അന്ന് ഫിഷ് ഞാനും മുറിക്കുന്നു. അത് മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എങ്ങനെയെങ്കിലും മുറിച്ചെടുത്താൽ മതി എന്നൊരവസ്ഥയായിപ്പോയി എനിക്ക്. ഞാൻ വിചാരിക്കുന്ന കണക്ക് ഫിഷ് ഇതാവും, എനിക്ക് മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ വെള്ളച്ചൂര എന്നാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വെള്ളച്ചൂരയാണോ? അപ്പോൾ എനിക്ക് തോന്നുന്നത് വെള്ളച്ചൂരേൻ്റെ പീസ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അന്ന് മേടിച്ചിട്ടുണ്ട്. ആ ചൂരയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഫ്രൈ ചെയ്തെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയെന്ന് എനിക്ക് തോന്നാം കേട്ടോ. ഫിഷ് കറി നന്നായിട്ട് തന്നെ ഉണ്ട്, പക്ഷേ എന്നാലും എനിക്ക് ഫ്രൈ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നി കഴിച്ചപ്പോഴത്തേക്ക്. കാരണം ആ ഫിഷിനെ ഇനി പാടുപെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല. അമ്മതിരെ പാടുപെടുത്തിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇച്ചിരി സമാധാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർന്നല്ലോ സംഭവം. അത്രയ്ക്ക് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഈ ഫിഷ് മുറിക്കാൻ ടൈം. അങ്ങനെ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ചാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തലയുണ്ടല്ലോ ഫിഷിൻ്റെ, അതും കൂടെ ആയ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച കണക്ക് പറ്റുന്നുണ്ടായില്ല ഫിഷ് മുറിക്കാൻ. ഫിഷ് ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്നറിയാം? മഴ എടുത്തിട്ട് പിന്നെ പെട്ടെന്നങ്ങ് തീർത്തിട്ട് വേഗം അകത്തോട്ട് പോവുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫിഷ് കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അകത്ത് കിച്ചണിൽ പോയിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫിഷിൻ്റെ തല ഇപ്പോൾ ഫിഷ് കറി വയ്ക്കുമല്ലോ അതിൽ ചേർക്കുന്നില്ല. അത് ഞാൻ പിന്നെ വയ്ക്കാനിരുന്നു. കാരണം എല്ലാം കൂടെ ആ ചട്ടിക്കകത്ത് കറിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം. അപ്പം നമുക്കിനി അകത്തോട്ട് പോകാം. അപ്പോൾ ഫിഷ് കറി വയ്ക്കാൻ ആ മൺചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടിയിൽ ഫിഷ് കറി വയ്ക്കുന്നതാണ് ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ യൂസ് ആക്കിയിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കും കേട്ടോ ഞാൻ ഫിഷ് കറി വയ്ക്കുമ്പോൾ.
ഇത് മറ്റേ പൊടിയിട്ട് വയ്ക്കുന്ന ഫിഷ് കറിയാണ്, അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എടുക്കുന്നതിൻ്റെ മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എടുക്കുന്നതിൻ്റെ പകുതി മുളക് പൊടി എടുക്കും, പകുതിയിൽ കുറച്ചും കൂടെ ചേർക്കുക എരിവനുസരിച്ച് കേട്ടോ. അപ്പോൾ അത് ആ എണ്ണയിലിട്ട് നന്നായിട്ട് കരിഞ്ഞു പോവും. തീ കുറച്ച് വയ്ക്കും, മൺചട്ടിയും കൂടെ ആണ്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റിൽ വേണം ചൂടാക്കി എടുക്കാനായിട്ടോ പൊടി. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളി ഞാൻ ഫിഷ് മുറിക്കാൻ പോകും മുന്നേ തന്നെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ പൊടിയിലിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കും കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ സൗണ്ട് കേൾക്കുന്നത് വന്നിട്ട് മഴേൻ്റെ സൗണ്ടാണ് കേട്ടോ. ഡിസ്റ്റർബ് ആവുന്നു എന്നറിയാൻ വയ്യ കേട്ടോ, നമുക്ക് വേറെ മാർഗ്ഗമില്ല. നമുക്ക് ഫിഷിനകത്ത് വന്നിട്ട് മാങ്ങയും മുളക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഒരു മുഴുവൻ മാങ്ങേൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. മുളക് ഒന്ന് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ, ഉടമ്പുളി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുമെന്നറിയില്ല. നല്ല മണവും നല്ല എരിവൊക്കെ ഉള്ള ഒരു മുളകാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ ഫിഷ് കറിക്കകത്തൊക്കെ ഇടുമ്പോഴത്തേക്ക്. ഇത് വീട്ടിൽ ഞാൻ നട്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുളക് 2 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഫിഷ് കറിക്കകത്ത് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പില ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. മഴയത്ത് ഇവിടെ മരമൊക്കെ വീണപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് കറിവേപ്പില അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാടൻ കറിവേപ്പില, നമുക്ക് വീട്ടിലുള്ളത്, വീട്ടിൽ നട്ട് വളർത്തിയില്ലേ ആ കറിവേപ്പിലയാണ്. തിളച്ച് വരുമ്പോൾ മുറിച്ച് വെച്ച് ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. തല ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, എല്ലാം കൂടി ഈ ചട്ടിക്കകത്ത് നിൽക്കത്തില്ല. ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ലെന്തായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആക്കാനൊന്നും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, ഫുള്ള് ഫിഷ് കറി തന്നെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കാം, കാരണം ഫുള്ള് ഫിഷ് കറിക്കകത്ത് ഇതാവണമല്ലോ. സ്പൂൺ വെച്ചിട്ട് അധികം ഇതാക്കണ്ട, കാരണം ചിലപ്പോൾ പൊടിഞ്ഞു പോകും ഫിഷ് വന്നിട്ട്. പിന്നെ ചട്ടിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. ഇളക്കുന്നതല്ല, ചുറ്റിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കും ഫിഷ് വന്നിട്ട്. എന്നിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട്
അത്യാവശ്യം ചാറ് എത്ര ചാറ് വേണോ അതനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. ഇച്ചിരി തിളച്ച് ഇച്ചിരി കുറുകി വരുമ്പോൾ ഉപ്പ് പുളിയെല്ലാം കറക്റ്റാണോ, എരിവൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടാൽ വേറൊരു ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാനിതിൽ ചേർത്തിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ വയ്ക്കാറുണ്ട്. പോരാഞ്ഞ് ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. തിളച്ചൊക്കെ ഇച്ചിരി വന്നപ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയപ്പം കുറവായിരുന്നു, ഇച്ചിരി ഉപ്പ് ചേർത്ത്. പിന്നെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കും, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് സിമ്പിൾ ഫിഷ് കറിയാണ്, പക്ഷെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങ അരച്ച് വെക്കുന്നത് എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ല, ഇതേ കണക്ക് വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പെട്ടെന്ന് കാര്യം കഴിയും, പക്ഷെ ടേസ്റ്റ് സൂപ്പർ. ഞാൻ പറഞ്ഞല്ലോ, ഫിഷ് കട്ട് ചെയ്യാൻ തന്നെ ഒത്തിരി സമയമെടുത്തു. അതിൻ്റെ ഇടയിൽ പിന്നെ തേങ്ങ എടുത്ത് അരച്ച് കറി വയ്ക്കാനേ മടി. അത് മടിയെന്നല്ല, ഞാൻ പൊതുവെ അങ്ങനെ വയ്ക്കാറില്ല. പൊടിയിട്ട് തന്നെയാണ് കൂടുതൽ ഫിഷ് വയ്ക്കും കേട്ടോ. വീണ്ടും കുറച്ച് കറിവേപ്പില ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ പുറത്തിട്ടിട്ട് ചെറുതീയിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ കുറുക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിൾ ഫിഷ് കറിയാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലോങ് വീഡിയോസ് ഷോർട്സൊക്കെ കണ്ട് കമൻറ്റ് ഇടുക കേട്ടോ. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിൽ അത് ശ്രദ്ധിക്കാമല്ലോ. ഏകദേശമൊക്കെ ഫിഷ് കറി ഏകദേശം ആയിട്ടുണ്ട്, എന്നാലും ഇച്ചിരി കൂടെ കുറുക്കണം കേട്ടോ. ഒരുപാട് കുറുക്കുന്നില്ല, കാരണം ചാറ് വേണമല്ലോ. ഇത് വന്ന് ഫിഷ് നാളെ എന്ന് വെച്ചാൽ ഇന്ന് കറി വെച്ച് നാളെ കഴിക്കണം. അപ്പോൾ തന്നെ അപ്പോഴത്തേക്ക് ആ കഷ്ണത്തിലൊക്കെ എരിവ് പുളിയൊക്കെ പിടിച്ചിട്ട് സൂപ്പർ ടേസ്റ്റ്. എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് സംഭവം റെഡിയായി. അപ്പോൾ താങ്ക്സ് കേട്ടോ.